പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? ഉത്തരം പി എ ബക്കർ. 1985 പി എ ബക്കർ ആണ് പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയത്. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങളുണ്ടാക്കിയ ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങളുണ്ടാക്കിയ ബഷീറിന്റെ കൃതിയാണ് ശബ്ദങ്ങൾ. ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം? ഉത്തരം 1982. 1982 ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയത്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം 1982 ലഭിച്ച പത്മശ്രീ അവാർഡ്. 1982 ലഭിച്ച പത്മശ്രീ അവാർഡാണ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് അവാർഡ് ബഷീറിന് ലഭിച്ച വർഷം? ഉത്തരം 1970. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് അവാർഡ് ബഷീറിന് 1970 ലഭിച്ചത്. 1993 വള്ളത്തോൾ അവാർഡ് ബഷീറുമായി പങ്കിട്ടെടുത്ത സാഹിത്യകാരി ആരാണ്? ഉത്തരം ബാലാമണിയമ്മ. 1993 വള്ളത്തോൾ അവാർഡ് ബഷീറും ബാലാമണിയും പങ്കിട്ടെടുത്തു. ഒന്നും ഒന്നും ഇമിനി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണുള്ളത്? ഉത്തരം ബാല്യകാല സഖി. ഒന്നും ഒന്നും ഇമിനി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബാല്യകാല സഖി എന്ന പുസ്തകത്തിലാണ് ഉള്ളത്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന് ആദ്യമായി ജയിൽ വാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ ഉപ്പ് സത്യാഗ്രഹം. 1930 നടന്ന കോഴിക്കോട് ജില്ലയിലെ ഉപ്പ് സത്യാഗ്രഹത്തിലാണ് ബഷീറിന് ആദ്യമായി ജയിൽ വാസം ലഭിച്ചത്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. എല്ലാ ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിന്റെ കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളം ഒഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏതാണ്? ഉത്തരം തേന്മാവ്. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളം ഒഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥയാണ് തേന്മാവ്. തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥയാണ് പാത്തുമ്മയുടെ ആട്. ചങ്ങമ്പുഴിയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏതാണ്? ഉത്തരം ഒഴിഞ്ഞ വീട്. ചങ്ങമ്പുഴിയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥയാണ് ഒഴിഞ്ഞ വീട്. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. പാത്തുമ്മയുടെ ആടിൽ പരാമർശിക്കുന്ന ബഷീർ എഴുതിയ ഒരു പുസ്തകം തന്നെയാണ് ശബ്ദങ്ങൾ. അങ്ങനെ അപാരത തൻ തീരത്തിരുന്ന നൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ. എന്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണ് ഇത്. ആരാണ് ആ കവി? ഉത്തരം ONV കുറുപ്പ്. ONV കുറുപ്പിന്റെ എന്റെ ബഷീർ എന്ന കവിതയിലെ വരികളാണ് അങ്ങനെ അപാരത തൻ തീരത്തിരുന്ന നൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ.
എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലേതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിൽ ഉള്ളതാണ്. ആനവാൽ കിട്ടാൻ ബഷീർ നടത്തിയ ഗംഭീര പ്രയത്നത്തിന്റെ കഥ ഏതാണ്? ഉത്തരം ആനപ്പൂട. ആനവാൽ കിട്ടാൻ ബഷീർ നടത്തിയ ഗംഭീര പ്രയത്നത്തിന്റെ കഥയാണ് ആനപ്പൂട എന്ന കൃതിയിൽ പറയുന്നത്. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1992. 1992 ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ചത്. നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ. നാരായണി എന്ന കഥാപാത്രം ബഷീറിന്റെ മതിലുകൾ എന്ന കൃതിയിലാണ് ഉള്ളത്. പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിന്റെ സഹോദരി ആരാണ്? ഉത്തരം ഫാത്തിമ. പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിന്റെ സഹോദരിയാണ് ഫാത്തിമ. ആ പൂവ് നീ എന്തു ചെയ്തു ഏത് പൂവ് രക്തനക്ഷത്രം പോലെ? ഈ വരികൾ ഏത് പുസ്തകത്തിലേതാണ്? ഉത്തരം പ്രേമലേഖനം. പ്രേമലേഖനം എന്ന പുസ്തകത്തിലെ പ്രസിദ്ധമായ വരികളാണ് ആ പൂവ് നീ എന്തു ചെയ്തു ഏത് പൂവ് രക്തനക്ഷത്രം പോലെ. അനുഗ്രഹീതനായ ബഷീർ ആരുടെ രചനയാണ്? ഉത്തരം തരകൻ KM. അനുഗ്രഹീതനായ ബഷീർ തരകൻ KM ആണ് രചിച്ചത്. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടുന്ന മലയാളിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. ബഷീറിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതിയാണ് ബാല്യകാല സഖി. മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്ന് അറിയപ്പെടുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. സാഹിത്യത്തിൽ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെടുന്ന ബഷീറിന്റെ കൃതിയാണ് ശബ്ദങ്ങൾ. ബഷീറിന് ഡീലിറ്റ് നൽകിയ സർവകലാശാല ഏതാണ്? ഉത്തരം കോഴിക്കോട് സർവകലാശാല. ബഷീറിന് ഡീലിറ്റ് നൽകിയ സർവകലാശാല കോഴിക്കോട് സർവകലാശാലയാണ്. NN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിന്റെ പേര് എന്താണ്? ഉത്തരം ബഷീർമാല. NN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിന്റെ പേരാണ് ബഷീർമാല. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം ഏകാന്ത വീഥിയിലെ അവധൂതൻ. MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്നാണ്. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ്? ഉത്തരം ഇമ്മിണി ബല്യ ഒരു ബഷീർ. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതിയാണ് ഇമ്മിണി ബല്യ ഒരു ബഷീർ.
ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണന്റെ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള വിജയകൃഷ്ണന്റെ ഒരു പഠനമാണ് ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ. പ്രേമലേഖനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1943. 1943 പ്രേമലേഖനം എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. ബാല്യകാല സഖി എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1944. 1944 ബാല്യകാല സഖി എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് 1951.